സോ നമ്മൾ ഇന്ന് പുതിയൊരു മൊഡ്യൂൾ തുടങ്ങുവാണ്. മൊഡ്യൂൾ 3 ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, നിങ്ങൾക്ക് പ്രസന്റേഷൻ കാണുന്നുണ്ടല്ലോ? ഓക്കെ, ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, സോ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞ് ഇപ്പം തേർഡ് മൊഡ്യൂളിലേക്ക് കിടങ്ങുകയാണ്. തേർഡ് മൊഡ്യൂളിൻ്റെ പേര് ക്വാണ്ടം മെക്കാനിക്സ്. നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച്, അല്ലേ? ഓക്കെ, സോ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ക്വാണ്ടം മെക്കാനിക്സിൽ ഒന്നിൽ കൂടുതൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സിൽ ഒന്നിൽ കൂടുതൽ സ്പെസിഫിക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള റിച്ചാർഡ് ഫെയ്മാൻ്റെ ഒരു കോട്ടാണ് ആദ്യം പറയാനുള്ളത്. എനിവൺ ഹു ക്ലെയിംസ് ടു അണ്ടർസ്റ്റാൻഡ് ക്വാണ്ടം തിയറി ഈസ് either lying or crazy. അതായത് ഒരാൾ പറയാണ് എനിക്ക് ക്വാണ്ടം മെക്കാനിക്സ് ഫുൾ മനസ്സിലായി, ഇഫ് ഐ ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ക്വാണ്ടം മെക്കാനിക്സ്, ഒന്നെങ്കിൽ അയാൾ കള്ളം പറയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഭ്രാന്താണ്. അതാണ് റിച്ചാർഡ് ഫെയ്മാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അയാൾക്ക് ക്വാണ്ടം മെക്കാനിക്സ് ഒന്നും മനസ്സിലായിട്ടില്ല എന്നാണ്. ഓക്കെ, ഇനി ക്വാണ്ടം മെക്കാനിക്സിന്റെ വൺ ഓഫ് ദി ഫോർ ഫാദേഴ്സ് അല്ലെങ്കിൽ വൺ ഓഫ് ദി ഇൻവെന്റേഴ്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന നീൽസ് ബോർ പറഞ്ഞത്, ഇഫ് ക്വാണ്ടം മെക്കാനിക്സ് ഹാസ് ഇൻ പ്രൊഫൗണ്ട്ലി ഷോക്ക്ഡ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ഇറ്റ്. അതായത് ക്വാണ്ടം മെക്കാനിക്സിന്റെ തിയറി അല്ലെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ അനലോഗ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നർത്ഥം. സോ രണ്ട് കോട്ട് ഞാൻ പറയാൻ കാരണം, ക്വാണ്ടം മെക്കാനിക്സ് ഇമാജിൻ ചെയ്യാൻ, അതായത് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് റിയൽ ലൈഫിൽ ഇമാജിൻ ചെയ്യാൻ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് കാണിക്കുന്നതാണ്. ഓക്കെ, ഇവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കുറച്ച് എക്സ്ട്രാഗ്രേറ്റഡ് ആണ്. ക്വാണ്ടം മെക്കാനിക്സ് മുഴുവനായി മനസ്സിലാക്കാൻ പറ്റില്ല എന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് ഈ സ്റ്റേറ്റ്മെന്റ്സ് ആ ഒരു സബ്ജക്റ്റിന് ടഫ്നെസ് എടുത്ത് കാണിക്കുന്നു. അതായത് നമുക്കിപ്പോൾ റിയൽ ലൈഫിൽ കഴിഞ്ഞ 2 മൊഡ്യൂൾ നമ്മൾ എന്താ പഠിച്ചത്? സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിച്ചു. സോ ഞാൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ പറയുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾ, ഒരു കുട്ടി സ്വിങ്ങിലിരുന്ന് ആടുന്നതൊക്കെ ഞാൻ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. സോ യു ക്യാൻ ഇമാജിൻ ദാറ്റ്, നിങ്ങൾക്ക് അത് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ഇപ്പം വേവ് ഒപ്റ്റിക്സ് തന്നെ ലൈറ്റ് വേവ്സ് ആയിട്ടാണ് പോകുന്നത്. സോ നിങ്ങൾക്ക് അപ്പം തന്നെ പെട്ടെന്ന് വാട്ടർ വേവ്സ് ഇമാജിൻ ചെയ്യാൻ പറ്റി. സിമിലർലി ഇന്റർഫറൻസ് നടക്കുന്നു. സോ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർഫറൻസ് പാറ്റേൺ നിങ്ങളുടെ മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ പറ്റി. ബട്ട് ദി പ്രോബ്ലം ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ഈസ്, ക്വാണ്ടം മെക്കാനിക്സിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് റിയൽ ലൈഫിൽ ഇമാജിൻ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അല്ലെ, നമ്മൾ പല കാര്യങ്ങളും ഫിസിക്സ് പഠിക്കുമ്പോൾ പല കാര്യങ്ങളും ഇമാജിൻ ചെയ്യാൻ പറ്റും, പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിലെ പല കാര്യങ്ങളും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ് തിയറിയാണ്. സോ അതിനുവേണ്ടിയിട്ടാണ് ഈ 2 കോഡ്സ് പറഞ്ഞത്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. ഈ പറഞ്ഞത്തോളം ടഫ് ഒന്നുമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് 3-4 കാര്യങ്ങൾ പഠിച്ചാൽ മതി. ജസ്റ്റ് ബേസിക് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് തുടങ്ങാൻ വേണ്ടി ഗൂഗിൾ ചെയ്ത 2 കോഡ്സ് കാണിച്ചു എന്നുള്ളൂ. സോ ഓക്കെ, വാട്ട് ഈസ് ക്വാണ്ടം? എന്താണ് ക്വാണ്ടം എന്നുകൊണ്ട് അതിന്റെ അർത്ഥം? വാട്ട് യു മീൻ ബൈ എ ക്വാണ്ടം? ഓക്കെ, ഇമാജിൻ സഹാറ ഡെസേർട്ട്. നിങ്ങളൊന്ന് സഹാറ ഡെസേർട്ട് ഇമാജിൻ ചെയ്യുക. സഹാറല്ല, വേറെ ഏതെങ്കിലും ഒരു ഡെസേർട്ട് ഇമാജിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബീച്ച് സൈഡ് ഇമാജിൻ ചെയ്യുക. സോ ബീച്ച് സൈഡിൽ എന്താ കാണാൻ പറ്റുക? നമുക്ക് സാൻഡ് കാണാൻ പറ്റും. ഓക്കെ, നമുക്കൊരു പിന്നെന്താ മണലാരണ്യം എന്നൊക്കെ പറഞ്ഞത് കാണാൻ പറ്റും. ഓക്കെ, സോ നമ്മളോട് പറയാണ് 1 കിലോ ടേക്ക് 1 kg ഓഫ് സാൻഡ്. 1 കിലോ സാൻഡ് അവിടെ എടുക്കാൻ പറയാൻ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി കുറച്ചു പറയാണ് 1 കപ്പ്, ഒരു മഗ് സാൻഡ് എടുക്കാൻ പറഞ്ഞാൽ നമുക്കതും എടുക്കാൻ പറ്റും. ഇനി കുറച്ച് പറയാണ് ഒരു ചെറിയ ഗ്ലാസ്സിൽ കുറച്ച് സാൻഡ് എടുക്കാൻ പറഞ്ഞാൽ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന മണലാണ്. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? പറയാം, എടുക്കാൻ പറഞ്ഞാൽ അതും പറ്റും. ഇനി കുറച്ച് കഴിയുമ്പോൾ 1 ഗ്രാം സാൻഡ് എടുക്കാൻ പറഞ്ഞു വിചാരിച്ചു. 1 ഗ്രാം, ഞാൻ പറയുന്ന ഒരു ഡെസേർട്ടിൽ നിന്ന് 1 ഗ്രാം സാൻഡ് എടുക്കാൻ പറഞ്ഞു, അതും പറ്റുമായിരിക്കും. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ വെയിറ്റ് എന്താണ്, അല്ലെ ഏറ്റവും ചെറിയ മാസ് എന്താണ്? നമുക്ക് 1 സാൻഡ് പാർട്ടിക്കിൾ എടുക്കാൻ പറ്റും, അല്ലെ? ഒരു വലിയൊരു ഡെസേർട്ടിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ ബിൽഡിംഗ് ബ്ലോക്ക് എന്താണ്? 1 സാൻഡ് പാർട്ടിക്കിൾ എടുക്കാൻ പറ്റും. നിങ്ങളോട് 1/2 സാൻഡ് പാർട്ടിക്കിൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അല്ലെങ്കിൽ 1.5 സാൻഡ് പാർട്ടിക്കിൾ, സിമിലർലി അല്ലെങ്കിൽ ഒരു 10.5 അല്ലെങ്കിൽ 10,000 സംതിങ് 10,500 സാൻഡ് പാർട്ടിക്കിൾസ് എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇറ്റ്സ് ഇമ്പോസിബിൾ. സോ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഈസ് 1 സാൻഡ് ആൻഡ് ദാറ്റ് ഈസ് ക്വാണ്ട. അതിനെയാണ് ക്വാണ്ട എന്ന് പറയുന്നത്. അതായത്
നമ്മൾ ഈ സാൻഡ് ഒബ്സർവ് ചെയ്യണം, നമ്മൾ ഈ മൊത്തം ഡെസേർട്ടിനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദീസ് ക്വാണ്ടസ്, അല്ലെങ്കിൽ ഒരുപാട് സാൻഡ്. നമ്മളിപ്പോൾ 1 കിലോ സാൻഡ് എടുക്കുന്നു എന്ന് പറയുന്ന അർത്ഥം അത് സംതിങ് ഒരു 30,000 സാൻഡ് പാർട്ടിക്കിൾസ് അതിൽ അടങ്ങിയിട്ടുണ്ടാവും. സോ ഈ നമ്മൾ എടുക്കുന്ന വലിയ വലിയ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഈ ബിൽഡിംഗ് ബ്ലോക്കിന്റെ സബ് മൾട്ടിപ്പിൾസ് ആണ്. സോ അതിനെയാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആണ് വിചാരിക്കുന്നത്, അതായത് ഇത് കണ്ടിന്യൂസ് ആണ്, നമുക്ക് ഇതിനെ ഇൻഫിനിറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാലും നമുക്കത് പറ്റില്ല. അതിന് ഒരു ചെറിയൊരു യൂണിറ്റ് ഉണ്ടാവും, നമുക്ക് ഏറ്റവും ചെറുതായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മാക്സിമം നമുക്ക് അതിന് ചെറുതാക്കാൻ പറ്റുന്നത് ഒരു സാൻഡ് പാർട്ടിക്കിൾ ആയിട്ടാണ്. സോ അതാണ് ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ ക്വാണ്ട എന്ന കൺസെപ്റ്റിന്റെ ബേസിക് തിങ്. അതായത് എവറിത്തിങ് നമ്മൾ ഫിസിക്കലി കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കടലിലെ വെള്ളം എടുക്കുന്നത്, ടേക്ക് ഫോർ എക്സാമ്പിൾ വാട്ടർ ഇൻ സീ. നമുക്ക് കടലിലെ വെള്ളം എടുത്തു, നമ്മൾ വിചാരിക്കും അതിനെ നമുക്ക് ഇൻഫിനിറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 1 ലിറ്റർ എടുക്കാൻ പറ്റും, 1/2 ലിറ്റർ എടുക്കാൻ പറ്റും, 1 മില്ലി ലിറ്റർ എടുക്കാൻ പറ്റും, 1/2 മില്ലി ലിറ്റർ എടുക്കാൻ പറ്റും. അങ്ങനെ പോയി അങ്ങനെ പകുതി ആക്കി അവസാനം ദർ ഇസ് എ ലിമിറ്റ്. അതിനൊരു ബിൽഡിംഗ് ബ്ലോക്ക് ഉണ്ട്. നമുക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ മോളിക്യൂൾ എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് അതിനെ ചെറുതാക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് ക്വാണ്ടം. മനസ്സിലായല്ലോ? ഓക്കെ, ഈ കാര്യം ലൈറ്റിന്റെ കേസിലും സത്യമാണ്. അതായത് നമ്മൾ ഇവിടെ നിന്ന് ഒരു ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യിക്കുന്നു, ഇവിടെ ഒരു സ്ക്രീൻ, ഇവിടെ ഒരു ലൈറ്റ് അബ്സോർബിങ് സ്ക്രീൻ ഉണ്ടെന്ന് വിചാരിക്കുക. കൺസിഡർ ദിസ് ഈസ് എ ലൈറ്റ് അബ്സോർബിങ് സ്ക്രീൻ ആൻഡ് വി ആർ ഇൻസിഡന്റിങ് ലൈറ്റ്. അപ്പൊ ഈ സ്ക്രീൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിന്റെ എനർജി സം സോർട്ട് ഓഫ് എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് കാണിക്കുന്നു വിചാരിച്ചോ. സോ നമ്മൾ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന എനർജി ഒരിക്കലും കണ്ടിന്യൂസ് ആയിരിക്കില്ല. അതായത് നമുക്കിപ്പം 1 മുതൽ 10 മുതൽ ഇലക്ട്രോൺ വോൾട്ട് ആണ് എനർജി എന്ന് വിചാരിച്ചു നമുക്ക് ഈ വരുന്ന ലൈറ്റ് വേവ്സിൽ കാണാൻ പറ്റുന്നത്. സോ ഈ വരുന്ന ലൈറ്റ് വേവ്സിന്റെ ക്വാണ്ടത്തിന് പറയുന്ന പേരാണ്, ഇപ്പൊ ലൈറ്റ് വേവ്സ് ഇപ്പൊ പാർട്ടിക്കിൾ ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫോട്ടോൺ. സോ ഒരു ഫോട്ടോന്റെ എനർജി 1 യൂണിറ്റ് അല്ലെങ്കിൽ 1 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് വിചാരിക്കുക. സോ നമുക്കൊരു സ്ക്രീനിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് 1 ഇലക്ട്രോൺ വോൾട്ട് കാണാൻ പറ്റും. അതുപോലെ 2 ഫോട്ടോൺ വന്ന് ഇൻസിഡന്റ് ചെയ്ത 2 ഇലക്ട്രോൺ വോൾട്ട് കാണാൻ പറ്റും. സോ അല്ലെങ്കിൽ 3, 4, 5, 10 ഇലക്ട്രോൺ വോൾട്ട്. സോ ഒരു ഇലക്ട്രോൺ വോൾട്ടിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അല്ലാതെ 1.5 ഇലക്ട്രോൺ വോൾട്ട്, 2.5 ഇലക്ട്രോൺ വോൾട്ട്. സോ ഞാൻ ഈ പറയുന്ന ക്വാണ്ടിറ്റി ഇലക്ട്രോൺ വോൾട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് 1.5, 2.5 എന്ന് പറയുന്നത് റിയലി ആ ക്വാണ്ടിറ്റി അല്ല. ബേസിക്കലി ഫോട്ടോണിന്റെ ക്വാണ്ടം എന്നൊക്കെ പറയുന്നത് ഇതിനേക്കാളൊക്കെ വളരെ ചെറിയ എനർജി ആയിരിക്കും. സോ ബേസിക്കലി ഒരു ഫോട്ടോണിന്റെ എനർജിയുടെ മൾട്ടിപ്പിൾസ് മാത്രമേ നമുക്ക് സ്ക്രീനിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റൂ. ദാറ്റ് മീൻസ് ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് പാർട്ടിക്കിൾസ് കോൾഡ് ഫോട്ടോൺ, അല്ലെങ്കിൽ ലൈറ്റ് വരുന്നത് എനർജി ക്വാണ്ടംസ് ആയിട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഒരു ലൈറ്റ് ഇൻസിഡന്റ് ചെയ്തിട്ട് നമുക്കൊരു സ്ക്രീൻ അല്ലെങ്കിൽ നമുക്കൊരു അബ്സോർബിങ് സ്ക്രീൻ അല്ലെങ്കിൽ നമുക്ക് എനർജി മെഷർ ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രീൻ ഉണ്ടെങ്കിൽ വി ക്യാൻ ഷോ ദാറ്റ് ലൈറ്റ് എമർജസ് as ക്വാണ്ടം. ഇനി അതല്ല, take one of the best examples for the particle nature of light as photoelectric effect. ഈ 1920s 1914 ആൽബർട്ട് ഐൻസ്റ്റീന് നോബൽ പ്രൈസ് കിട്ടിയ. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരുപാട് വലിയ വലിയ തിയറികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സിന് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരുപാട് സംഭാവനകളുണ്ട്. ഇനിയിപ്പോൾ റിലേറ്റിവിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. റിലേറ്റിവിറ്റിയുടെ ഫാദർ ആണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയാൻ പറ്റും. പക്ഷെ ആൽബർട്ട് ഐൻസ്റ്റീന് നോബൽ പ്രൈസ് കിട്ടിയത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സിമ്പിൾ ആണ്. അതായത് നമുക്കിവിടെ ഒരു മെറ്റൽ ഉണ്ടാവും, നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ലൈറ്റ് ഇൻസിഡന്റ് ചെയ്തു. ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്ന പറയുമ്പോൾ അക്കോർഡിംഗ് ടു ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ഫോട്ടോൺ ഇൻസിഡന്റ് ചെയ്തു. സോ വാട്ട് ഹാപ്പൻസ്, സോ ഇവിടുന്ന് ഇലക്ട്രോൺ ഓരോ ബോർസ് ആറ്റോമിക് മോഡൽ വെച്ച് ഇലക്ട്രോൺ ഓരോ എനർജി ലെവലില് ന്യൂക്ലിയസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ബോർ പറഞ്ഞത്. സോ അക്കോർഡിംഗ് ടു ബോർ മോഡൽ എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ പുറത്തേക്ക് ഇജക്ട് ചെയ്യണം. അതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. നമ്മളൊരു മെറ്റൽ ഇലുമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു മെറ്റലിലേക്ക് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ അതിൽ നിന്ന് എജക്ട് ചെയ്യും. അതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. സോ ഇഫ് ദിസ് ലൈറ്റ് ഈസ് കണ്ടിന്യൂസ്, ഈ ലൈറ്റ് ഒരു വേവ് ആയിരുന്നെങ്കിൽ, നമ്മൾ വേവ് നാച്ചർ ഓഫ് ലൈറ്റ് എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ ഏത് ഫ്രീക്വൻസിയിലുള്ള വേവ് ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചാലും അല്ലെങ്കിൽ ഏത് വേവ് ലെങ്ത്തിലുള്ള വേവ് ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചാലും എന്ത് സംഭവിക്കും, ഇലക്ട്രോൺ ഇജക്ട് ചെയ്യും. അതായത് ഇലക്ട്രോൺ ഇജക്ട് ചെയ്യാൻ, അതായത് ഈ ഒരു ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന് പുറത്തേക്ക് ചാടാനുള്ള ഒരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ചാടണ്ടേ, ലൈറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ. അതായത് നമുക്കൊരു ഗ്ലാസ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക.
നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു, അല്ലെ കുറച്ച് വാട്ടർ അതിലേക്ക് പോർ ചെയ്തു, എന്ത് സംഭവിക്കും? നമ്മൾ എത്രത്തോളം കുറച്ചൊഴിച്ചാലും കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഗ്ലാസ് നിറയും. വാട്ട് ഹാപ്പൻസ്? ഈ വെള്ളം പുറത്തേക്ക് ചാടും. സിമിലർലി ലൈറ്റ് കണ്ടിന്യൂസ് ആണ്, ലൈറ്റ് ഒരു വേവ് ആണ്. ലൈറ്റിന്റെ എനർജി എന്ന് പറയുന്നത് ½ k² അതല്ലെങ്കിൽ എ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വേവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരുപാട് സമയം ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ പുറത്തേക്ക് ഇടും. ബട്ട് ഐൻസ്റ്റീൻ ഒബ്സർവ് ചെയ്ത്, അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സെർട്ടൈൻ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇലക്ട്രോൺ എജക്ട് ചെയ്യുന്നുള്ളൂ. അതായത് അപ് ടു സെർട്ടൈൻ ഫ്രീക്വൻസി, നമ്മളൊരു ത്രഷോൾഡ് ഫ്രീക്വൻസി മ്യൂ ത്രഷോൾഡ് എന്ന് പറഞ്ഞു, അതിന്റെ താഴെയുള്ള ഫ്രീക്വൻസി കൊടുത്ത് എത്ര സമയം കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ എജക്ട് ചെയ്യില്ല. ആഫ്റ്റർ നമ്മൾ ഈ മ്യൂ ത്രഷോൾഡ് അല്ലെങ്കിൽ ഈ ത്രഷോൾഡ് പിന്നെ ഫ്രീക്വൻസിക്ക് മുകളിലുള്ള ലൈറ്റ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇലക്ട്രോൺ എജക്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഇത് കൂടുതൽ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, നിങ്ങൾക്ക് ഇത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിക്കാനേ ഇല്ല. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് യാതൊരു സംശയവുമില്ലാതെ എന്ത് തെളിയിച്ചു? ലൈറ്റ് ഈസ് എ പാർട്ടിക്കിൾ. സിമിലർലി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പോലെ കോംപ്ടൺ എഫക്റ്റ് എന്ന് പറഞ്ഞ കോംപ്ടൺ എഫക്റ്റ് വേറൊരു എക്സ്പെരിമെന്റ് നടന്നു. അതും ലൈറ്റിന്റെ പാർട്ടിക്കിൾ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നു? നന്നായിട്ട് കാണിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. സോ ഇത് സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര പ്രശ്നമായി. കാരണം നമ്മൾ കഴിഞ്ഞ മൊഡ്യൂൾ മൊത്തം പഠിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസിന്റെ വേവ് തിയറി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞത് എന്താ? ലൈറ്റ് ഒരു വേവ് ആണ്, ലൈറ്റ് ഒരു മീഡിയത്തിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എന്ത് ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നു, അല്ലെങ്കിൽ കോംപ്ടൺ എഫക്റ്റ് നടത്തിയിട്ട്, അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒബ്സർവ് ചെയ്തിട്ട് ഐൻസ്റ്റീൻ പറയുന്നു, ഇല്ല, ലൈറ്റ് ഒരു പാർട്ടിക്കിൾ ആണ്. ഒരിക്കലും ലൈറ്റിന്റെ വേവ് പ്രോപ്പർട്ടി വെച്ച് നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കോംപ്ടൺ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പല എക്സ്പെരിമെന്റ്സും കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു. അതായത് ലൈറ്റിന്റെ പാർട്ടിക്കിൾ നാച്ചർ ഓഫ് ലൈറ്റ് മാത്രം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ ലൈറ്റിന്റെ ഫിനോമിന കണ്ടുപിടിച്ചു. സിമിലർലി നമുക്കൊരിക്കലും ഡിഫ്രാക്ഷനോ ഇന്റർഫറൻസോ ലൈറ്റിന്റെ പാർട്ടിക്കിൾ പ്രോപ്പർട്ടി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ മൊത്തം ലൈറ്റ് വേവ് ആണ്, വേവിന്റെ പ്രോപ്പർട്ടിയാണ്, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, സൂപ്പർ പൊസിഷൻ എന്നൊക്കെ പഠിച്ചത്. സോ അതൊരു പ്രശ്നമായി. സോ അവസാനം എല്ലാവരും കൂടി തീരുമാനിച്ചു എന്ത്? ലൈറ്റ് വേവും ആണ്, പാർട്ടിക്കിളും ആണ്. അതായത് ബേസ്ഡ് ഓൺ ദി എക്സ്പെരിമെന്റ്സ് വി ആർ കണ്ടക്ടിങ്. അതായത് ബേസ്ഡ് ഓൺ ദി എക്സ്പെരിമെന്റ്സ് വി ആർ കണ്ടക്ടിങ്, ലൈറ്റ് ഈസ് പാർട്ടിക്കിൾ ഓർ വേവ്. അതായത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റ് അനുസരിച്ചിരിക്കും ലൈറ്റ് പാർട്ടിക്കിൾ ആണോ വേവ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. അതായത് നമ്മൾ ഡിഫ്രാക്ഷൻ ആണ് നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് സ്ലിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ് നടത്തുന്നതെങ്കിൽ ആ ഒരു സമയത്ത് ലൈറ്റ് വേവ് ആണ്. ഇനി അതല്ല, നമ്മളിപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് ഒബ്സർവ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ലൈറ്റിന്റെ പാർട്ടിക്കിൾ പ്രോപ്പർട്ടി റിവീൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ലൈറ്റ് പാർട്ടിക്കിൾ ആണ്. സോ ദാറ്റ് ഈസ് കോൾഡ് വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി. സോ ലൈറ്റിന്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റും വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി. ബേസ്ഡ് ഓൺ ദി എക്സ്പെരിമെന്റ്സ് വി ആർ കണ്ടക്ടിങ്, ലൈറ്റ് ഈസ് എയ്തർ എ വേവ് ഓർ എ പാർട്ടിക്കിൾ. സോ ലൈറ്റിന് രണ്ടായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. സോ ഇത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് വൺ ഓഫ് ദി ഫിസിസിസ്റ്റ്, ഒരു യങ് ഫിസിസിസ്റ്റ് ഓർ എ ബ്രില്യൻ ഫിസിസിസ്റ്റ് നെയ്മഡ് ലൂയിസ് ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന, ആ സമയത്ത് വലിയ പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് യങ് ഫിസിസിസ്റ്റ് എന്ന് പറഞ്ഞത്. ലൂയിസ് ഡി ബ്രോഗ്ലി പറഞ്ഞു, ബേസ്ഡ് ഓൺ ദി എക്സ്പെരിമെന്റ് ഇഫ് ലൈറ്റ് ഈസ് വേവ് ആൻഡ് എ പാർട്ടിക്കിൾ. അതായത് നടത്തുന്ന എക്സ്പെരിമെന്റ് അനുസരിച്ച് ലൈറ്റ് ഒരു പാർട്ടിക്കിളായിട്ടും വേവ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വൈ ഡോണ്ട് ഇലക്ട്രോൺസ് അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസിനും അങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ ഇടപെടുന്ന സകല പാർട്ടിക്കിൾസിനും ലൈറ്റിനെ പോലെ തന്നെ ബിഹേവ് ചെയ്യാൻ പറ്റൂലേ? അതൊരു വല്ലാത്തൊരു ചോദ്യമായിരുന്നു. സോ ഡി ബ്രോഗ്ലി ഡയറക്റ്റ് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇലക്ട്രോൺസിന് വേവ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റൂലേ? സോ ബട്ട് ഇറ്റ് ഈസ് എ വേർഡ് ക്വസ്റ്റ്യൻ. അത് ഭയങ്കര പ്രശ്നമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ആയിരുന്നു. അതായത് നമ്മളൊരു കാഥോഡ് ട്യൂബിൽ അല്ലെങ്കിൽ ഒരു കോയിൽ എടുത്ത് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കറക്റ്റ് ഇലക്ട്രോൺ പ്രൊഡ്യൂസിങ് കോയിൽ എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യും. സോ നമ്മളത് ചില സ്ക്രീൻ വെച്ച് അബ്സോർബ് ചെയ്ത് അതിന്റെ പിക്ചറൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മനസ്സിലാവും ലൈറ്റ് ഒരു പാർട്ടിക്കിൾ ആണ്. കാരണം പാർട്ടിക്കിൾ നാച്ചുറാണ് കാണിക്കുന്നത്. ഇലക്ട്രോൺ തമ്മിൽ കൊളൈഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഡയറക്ട്ലി ഒബ്സർവ് ചെയ്യാൻ പറ്റും പല എക്യുപ്മെന്റ് ഒക്കെ യൂസ് ചെയ്തിട്ട്. സോ ഡി ബ്രോഗ്ലി ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് റവല്യൂഷണറി. അത് കാരണം ഡി ബ്രോഗ്ലി ആ ചോദ്യം ചോദിച്ചത് യാതൊരു എക്സ്പെരിമെന്റൽ ബേസിസും ഇല്ലാതാണ്. ഡി ബ്രോഗ്ലി ചോദിക്കുന്നു, ലൈറ്റിനെ വേവ് ആയിട്ടും പാർട്ടിക്കിളായിട്ടും പിന്നെ ബിഹേവ് ചെയ്യാമെങ്കിൽ, പല ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റ്സ് ബിഹേവ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഇലക്ട്രോൺ ആയിക്കൂടാ? ആൻഡ് ഓൾസോ ഹി സെഡ് ദാറ്റ്
ദ വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ എന്ന പാർട്ടിക്കിളിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്ന ആ ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് ആയിട്ട് വേവ് ലെങ്ത് പാർട്ടിക്കിളിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു h/p. ഓക്കെ, സോ വേർ ഡിഡ് ദിസ് എക്സ്പ്രഷൻ കം? ഈ എക്സ്പ്രഷൻ എവിടെ നിന്നാണ് വന്നത്? ഓക്കെ, അതിൽ ഡി ബ്രോഗ്ലി ചെയ്തത് ലൈറ്റിന്റെ കേസിൽ ലൈറ്റിന്റെ മൊമെന്റവും വേവ് ലെങ്ത്തും കമ്പയർ ചെയ്താണ്. സോ പെട്ടെന്ന് വയ്ക്കും ലൈറ്റിന് മൊമെന്റോ അല്ലെങ്കിൽ ഫോട്ടോണിന് മൊമെന്റം വരുമോ? ഓക്കെ, സോ ദർ ഇസ് എ പ്രോബ്ലം. ലൈറ്റിന്റെ കേസിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? സോ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ അത് ഡിറൈവ് ചെയ്തത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഐൻസ്റ്റീൻ റിലേറ്റിവിറ്റിയിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. റിലേറ്റിവിറ്റി നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ റിലേറ്റിവിറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൻഡ് മോസ്റ്റ് ഡിസ്കസ്ഡ് ഇക്വേഷൻ ആണ് മാസ് എനർജി ഇക്വാലൻസ്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും E = mc². പക്ഷെ ആ ഇക്വേഷന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് E² = p² c² പ്ലസ് m² c⁴ എന്നാണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. സിമിലർലി അതിനു മുമ്പ് തന്നെ പറയുന്ന വേറൊരു കാര്യമാണ് മാക്സ് പ്ലാങ്ക് ആണ്. വേണമെങ്കിൽ മാക്സ് പ്ലാങ്കിനെ നമുക്ക് ഫാദർ ഓഫ് ക്വാണ്ടം മെക്കാനിസം വിളിക്കാൻ പറ്റും. മാക്സ് പ്ലാങ്ക് ആണ് പറഞ്ഞത് ഒരു ലൈറ്റ് എനർജി എന്ന് പറയുന്നത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ക്വാണ്ടൈസ്ഡ് ആയിട്ടായിരിക്കും. ഞാനിവിടെ പറഞ്ഞ എക്സ്പെരിമെന്റ്, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബൾബ് അതിന്റെ ലൈറ്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ക്വാണ്ടൈസ്ഡ് എനർജി ആയിട്ടായിരിക്കും. അതായത് മ്യൂ ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റ് വേവ് ആണ്. നമ്മളിപ്പോൾ വേവിന്റെ ഒരു ലൈറ്റ് വേവ് ആണ് കൺസിഡർ ചെയ്യുന്നത്, മ്യൂ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വേവ് ആണെങ്കിൽ അതിന്റെ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? എനർജി ഈസ് ഗിവൺ ബൈ hμ അല്ലെങ്കിൽ hc/λ. ദിസ് ഈസ് എ പോസ്റ്റുലേറ്റ് ബൈ മാക്സ് പ്ലാങ്ക്. അല്ലെങ്കിൽ ലൈറ്റിന്റെ ക്വാണ്ടം പ്രോപ്പർട്ടി, ലൈറ്റ് ക്വാണ്ടംസ് ആയിട്ടാണ്, സർട്ടൻ ഫോട്ടോൺസ് ആയിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു സോഴ്സിൽ നിന്ന് ലൈറ്റ് പുറപ്പെടുവിക്കുന്ന സർട്ടൻ എനർജീസ് ഓഫ് ക്വാണ്ടംസ് ആണെന്ന് പറഞ്ഞത് മാക്സ് പ്ലാങ്ക് ആയിരുന്നു. സോ അതവിടെ നിൽക്കട്ടെ. സോ ആൽബർട്ട് ഐൻസ്റ്റീൻ അക്കോർഡിംഗ് ടു മാസ് എനർജി ഇക്വാലൻസ് E² = p² c² പ്ലസ് m² c⁴. സോ നിങ്ങൾ കേട്ടിട്ടുള്ള ഇക്വേഷൻ E = mc² എന്നായിരിക്കും. സോ ഇക്വേഷൻ വന്നത് എന്താണെന്ന് വെച്ചാൽ അത് റെസ്റ്റ് മാസ് എനർജിയാണ്. അതായത് ഒരു പാർട്ടിക്കിൾ റെസ്റ്റിൽ ഉണ്ടാകുമ്പോൾ എന്താണ് മൊമെന്റം p0 ആയിരിക്കും. അതായത് റെസ്റ്റിൽ അറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് വാട്ട് ഈസ് ദ മൊമെന്റം ഓഫ് പാർട്ടിക്കിൾ? ഇറ്റ് ഈസ് 0. സോ E² = m² c⁴ അല്ലെങ്കിൽ E = mc². ഇതായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അല്ലെങ്കിൽ എല്ലാവരും ഐൻസ്റ്റീന്റെ റിലേറ്റിവിറ്റി ഇക്വേഷൻ കേട്ടിട്ടുണ്ടാവുക. E = mc² ആയിരിക്കും. പക്ഷേ ഒറിജിനൽ ഫോം ഓഫ് ദിസ് ഇക്വേഷൻ ഈസ് E² = p² c² പ്ലസ് m² c⁴. ഫോർ എ ലൈറ്റ് വേവ്, അതായത് ലൈറ്റിന്റെ കേസിൽ എന്താണ്? വാട്ട് ഈസ് ദ റെസ്റ്റ് മാസ് എനർജി ഓഫ് ഫോട്ടോൺ? ഫോട്ടോണിന്റെ റെസ്റ്റ് മാസ് എനർജി എന്താണ്? ഫോട്ടോണിന്റെ റെസ്റ്റ് മാസ് എനർജി = 0 ആണ്. അങ്ങനെ ആകുമ്പോൾ ഇക്വേഷൻ എന്താവും? E² = p² c² ആവും. ഓക്കെ, ഇവിടെ E² എന്നുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ മാക്സ് പ്ലാങ്ക് പറഞ്ഞ എനർജിക്കുള്ള ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. എന്താണ്? hc/λ. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് hc/λ² = p² c². സോ ദാറ്റ് മീൻസ് ഈ c² c² കേട്ടാവും. അതായത് h/λ² = p², അല്ലെങ്കിൽ p = h/λ or λ = h/p. ഇത് ലൈറ്റിന്റെ കേസിൽ ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലൈറ്റിന്റെ മൊമെന്റുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതൊരു ലൈറ്റിന്റെ കേസിലുള്ള ഇക്വേഷൻ ആണ്. ലൂയിസ് ഡി ബ്രോഗ്ലി എന്താണ് പറഞ്ഞത്? അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി പറഞ്ഞു ഫോർ ഈച്ച് ഓഫ് ദി പാർട്ടിക്കിൾ വിത്ത് മൊമെന്റം p, അതായത് p മൊമെന്റത്തിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ, അല്ലെങ്കിൽ മൊമെന്റം എന്ന് പറയുന്നത് mv അല്ലേ, മാസ് m ഉള്ള ഒരു പാർട്ടിക്കിളും അല്ലെങ്കിൽ സർട്ടൻ മാസ് m എന്നുള്ള പാർട്ടിക്കിൾ v എന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പം അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ്, അതല്ലെങ്കിൽ ഇലക്ട്രോൺ ആണെങ്കിൽ ആ ഇലക്ട്രോൺ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ λ = h/mv. ഇതാണ് ലൂയിസ് ഡി ബ്രോഗ്ലി പറഞ്ഞത്. ആൻഡ് നമ്മൾ ആ വേവ്സിനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിന് അതിന്റെ കൂടെ ഒരു വേവ് ഉണ്ടെങ്കിൽ, ഡി ബ്രോഗ്ലി പറഞ്ഞ പോലെ അതിന്റെ കൂടെ അതൊരു വേവ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ലൈറ്റിന് ഇപ്പോൾ പാർട്ടിക്കിളും വേവ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സിമിലർലി ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ കേസിൽ, ഇപ്പൊ ഇലക്ട്രോണിന്റെ കേസിൽ അതിനെ വേവ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ
വാട്ട് ഈസ് ദ വേവ് ലെങ്ത്? ഇപ്പൊ ഇലക്ട്രോണിന്റെ കേസിൽ എങ്ങനെ വേവ് ലെങ്ത് അറിയാൻ പറ്റും? ജസ്റ്റ് ഡിവൈഡ് h/mv. ഓക്കെ, ഇതാണ് ലൂയിസ് ഡി ബ്രോഗ്ലി പറഞ്ഞത്. എങ്ങനെ ലൈറ്റുമായിട്ട് ബാക്കി പാർട്ടിക്കിൾസ് എല്ലാത്തിനെയും കമ്പയർ ചെയ്യുമ്പോൾ. സോ അത് പറയാൻ കാരണം നാച്ചുറൽ ലവ് സിമെട്രി. വേവ്, ലൈറ്റ് എന്ന് പറയുന്ന വേവ് ആണ്, അത് പാർട്ടിക്കിൾ പ്രോപ്പർട്ടി കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ ബാക്കി പാർട്ടിക്കിൾസിനെല്ലാം വേവ് പ്രോപ്പർട്ടി കാണിക്കാമല്ലോ, ബിക്കോസ് ദാറ്റ് ഈസ് സിമെട്രിക്. ഓക്കെ ഓക്കെ, അതാണ് ലൂയിസ് ഡി ബ്രോഗ്ലി. അതിനെ ഡി ബ്രോഗ്ലി വേവ്സ് എന്നോ അല്ലെങ്കിൽ മാറ്റർ വേവ്സ് എന്നോ നമുക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, പക്ഷെ ഡി ബ്രോഗ്ലി യാതൊരു എക്സ്പെരിമെന്റൽ ബാക്കപ്പും ഇല്ലാതെ ഇങ്ങനൊരു പേപ്പർ ഇറക്കി, അല്ലെങ്കിൽ ഇങ്ങനൊരു എസ്റ്റാബ്ലിഷ്മെന്റ് നടത്തി. എല്ലാ പാർട്ടിക്കിളും അതിന് കറസ്പോണ്ടിങ് ആയുള്ള വേവ് ഉണ്ടാകും, അതിനെ നമുക്ക് മാറ്റർ വേവ്സ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ മാസ് എം, വെലോസിറ്റി വിയിലും സഞ്ചരിക്കുന്ന ഏതൊരു പാർട്ടിക്കിളിനും അതിന് കറസ്പോണ്ടിങ് ആയ വേവിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു h/p, ദാറ്റ് ഈസ് ഈക്വൽ ടു h/mv. ഈ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു വെച്ചതേ ഉള്ളൂ, പക്ഷെ അത് യാതൊരു എക്സ്പെരിമെന്റൽ പ്രൂഫും ഇല്ല. അത് അന്നത്തെ കാലത്ത് തള്ളപ്പെട്ടു. പക്ഷെ അത് കഴിഞ്ഞ് ഓക്കെ, ഇലക്ട്രോണിന്റെ കേസിൽ, ലൈറ്റിന്റെ കേസിൽ ലൈറ്റ് ഒരു വേവ് ആണെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ലൈറ്റ് ഒരു വേവ് ആണെന്ന് പറയാനുള്ള പ്രധാന കാരണം ലൈറ്റ് വേവിന്റെ പ്രോപ്പർട്ടി കാണിക്കുന്നതുകൊണ്ടാണ്. അതായത് നമ്മളൊരു ഡബിൾ സ്ലിറ്റ് ഉണ്ടാക്കി, തോമസ് യങ് ഡബിൾ സ്ലിറ്റ് ഉണ്ടാക്കി, വേവ് ഒരേ കൊഹറന്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് വേവ്സ് നമ്മൾ രണ്ട് സ്ലിറ്റിൽ കൂടെയും കടത്തി വിട്ട് കഴിഞ്ഞപ്പം, അല്ലെങ്കിൽ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? രണ്ട് സ്ലിറ്റിൽ നിന്നുള്ള വേവ്സ് തമ്മിൽ ഇന്റർഫിയർ ചെയ്ത് നമുക്ക് ഇവിടെ ഒരു ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടി. ശരിയല്ലേ? One minute. ഓക്കെ, ഇപ്പോൾ ഓഡിബിൾ ആണ്, കേൾക്കുന്നുണ്ടോ? ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു തംസ് അപ്പ് ഇടുക എല്ലാവരും. ഓക്കെ, so we discussed about how we check the wave property of light. Why do we said the light is a wave? Light ഒരു വേവ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? Because when light is passed through two slits, like when Thomas Young using his Young's double slit experiment, when passed light through the two double slit, what he observed? He observed an interference pattern. That means the waves from two slits interfere each other and gives an interference pattern due to constructive and destructive interference. Okay, similarly, we can observe the wave property of light by passing it through a single slit. അതായത് സിംഗിൾ സ്ലിറ്റിലെ പാസ് ചെയ്തുകൊണ്ട് നമുക്ക് ലൈറ്റിന്റെ വേവ് പ്രോപ്പർട്ടി ഒബ്സർവ് ചെയ്യാൻ പറ്റും. വെൻ പാസിംഗ് ത്രൂ എ സിംഗിൾ സ്ലിറ്റ്, ദ ലൈറ്റ് ഡിഫ്രാക്ട് ഫ്രം ദി all of the position and we can observe a diffraction pattern. This is how in that place of light we measured, or we checked or we said that, or we believed in Christian Huygens that light is a wave. Similarly for electron, അതായത് ലൂയിസ് ഡി ബ്രോഗ്ലി പറഞ്ഞു, ഇലക്ട്രോൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ എല്ലാ മാറ്ററിനും വേവ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, if all the particles, so if all the matter have wave property, or if the electron have wave property, so what we want to do to check the wave property of electron? Just do the double slit experiments or diffraction experiment. അതായത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റോ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷനോ ഒക്കെ നടത്തുക. അതല്ല വേവ് പ്രോപ്പർട്ടി കാണിക്കുന്ന അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന experiments നടത്താം. So for proving the de Broglie's wave concept, Davison and Germer conducted an experiment called Davison-Germer experiment. It is same as the Young double slit experiment, where they incident to light, incident same coherent source of electrons. അതായത് ലൈറ്റിന്റെ കേസിൽ നമ്മൾ ലൈറ്റ് ആണല്ലോ ഇൻസിഡന്റ് ചെയ്യുന്നത്.
Okay, Davison and Germer. This is what Davison and Germer do using some tungsten filament. This is called an electron gun. ഇതിനെ നമുക്കൊരു ഇലക്ട്രോൺ ഗൺ എന്ന് വിളിക്കാം. സോ ലൈറ്റ് ഒരു ലൈറ്റ് സോഴ്സ് നിന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന പോലെ യൂസിങ് ആൻ ഇലക്ട്രോൺ ഗൺ the incident a bunch of electrons in a double slit എന്ത് ചെയ്തു, ഒരു ഡബിൾ സ്ലിറ്റിൽ ബഞ്ച് ഓഫ് ഇലക്ട്രോൺസ് ഇൻസിഡന്റ് ചെയ്തു. സോ ഇഫ് ഇലക്ട്രോൺ ഈസ് എ പാർട്ടിക്കിൾ, വാട്ട് ഡു വി ഒബ്സർവ്? അതായത് ഇലക്ട്രോൺ പാർട്ടിക്കിൾ ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്? യൂസിങ് കോമൺ ലോജിക് വി ക്യാൻ സേ ദാറ്റ് we can observe that a bunch of electron here we have a screen which accepts electron and gives some say some color. നമുക്കിവിടെ ലൈറ്റിന്റെ കേസിൽ ഒരു സ്ക്രീൻ ഉണ്ടായിരുന്ന പോലെ ഇലക്ട്രോണിന്റെ കേസിൽ ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. അത് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് റിസൾട്ട് എടുക്കും. സോ അക്കോർഡിംഗ് ടു കോമൺ ലോജിക് when using an electron gun, when we are incidenting an electron in a double slit, what do we observe? We observe bunch of electrons here and here. That is what we have expect for a particle property of electron. But in Davison-Germer experiment, we observed that electrons gives an interference pattern. electrons എന്ത് നമുക്ക് തന്നു? ഇലക്ട്രോൺസ് നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ തന്നു. ഓർ ഇലക്ട്രോൺസ് is distributed all over the screen as alternative dark and bright branches. അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ ഇലക്ട്രോൺസ് പ്രസന്റ് ആയിരിക്കും, ഇത് കഴിയുമ്പോൾ ഇലക്ട്രോൺസ് അബ്സെന്റ് ആയിരിക്കും. സോ ഒരു പൊസിഷനിൽ പിന്നെ ഇലക്ട്രോൺസ് പ്രസന്റ് ആയിരിക്കും, പിന്നെ അബ്സെന്റ് ആയിരിക്കും. സോ when conducting Davison-Germer experiment, it proved that what electrons also show the wave properties because it shows an interference pattern, അല്ലെങ്കിൽ it shows pattern when conducting this experiment. So what we do, so this is the qualitative proof of de Broglie's concept. de Broglieയുടെ വേവ് കൺസെപ്റ്റ്, അതായത് ഇലക്ട്രോൺ ഒരു വേവ് ആയിട്ട് ബിഹേവ് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ക്വാളിറ്റേറ്റീവ് പ്രൂഫ് ആയിരുന്നത്. കാരണം ഇതൊരു ഡിഫ്രാക്ഷൻ പാറ്റേൺ, ഒരു ഇന്റർഫറൻസ് പാറ്റേൺ തരുന്നുണ്ട്, അല്ലെങ്കിൽ വേവ് പ്രോപ്പർട്ടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്ത്? ഇലക്ട്രോൺ നമ്മൾ രണ്ട് സ്ലിറ്റിൽ കൂടി കടത്തി വിട്ടാലും. ഓക്കെ. അനദർ തിങ് വി വാണ്ട് എ ക്വാണ്ടിറ്റേറ്റീവ്, നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൂഫ് തന്നു. സോ വാട്ട് ഡിഡ് de Broglie said? What is the wavelength of electron according to de Broglie's matter waves concept? de Broglieയുടെ വേവ് കൺസെപ്റ്റ് പ്രകാരം എന്താണ് what is the wavelength of this electron? Wavelength of electron is given by lambda is equal to h by mb. So de Broglie predicted what is the wavelength of the light or the electron wave. ഇലക്ട്രോണിന്റെ കൂടെയുള്ള ഇലക്ട്രോണിന് അനുരൂപമായ വേവിന്റെ വേവ് ലെങ്ത് എത്രയാണ് de Broglie പ്രഡിക്ട് ചെയ്യുന്നുണ്ട്. സോ ഇൻ ഓർഡർ ടു ക്വാളിറ്റേറ്റീവ്ലി അനലൈസ് ഓർ ചെക്ക് ദിസ് കൺസെപ്റ്റ് ഓർ ദി ക്വാണ്ടിറ്റേറ്റീവ് ഇക്വേഷൻ, വാട്ട് വി വാണ്ട് ടു ഡു, ജസ്റ്റ് മെഷർ ദി വേവ് ലെങ്ത് ഓഫ് ദി ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ പാറ്റേൺ. സോ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഡിഫ്രാക്ഷൻ പാറ്റേൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഇന്റർഫറൻസ് പാറ്റേൺ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ മെഷർ ദി വേവ് ലെങ്ത് ഓഫ് സോഴ്സ്. നമുക്ക് സോഴ്സിന്റെ വേവ് ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ വി വാണ്ട് ടു ഡു ഈസ് just conduct an electron diffraction experiment or Davison-Germer experiment, and using that diffraction pattern or using that interference pattern, just check the or just measure. നമുക്കറിയാം എയർ വെഡ്ജ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ വേവ് ലെങ്ത് അളന്നത്, അല്ലെങ്കിൽ ന്യൂട്ടൺസ് റിങ്സ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്തത് നമുക്കറിയാം. സോ യൂസിങ് ദ ഡിഫ്രാക്ഷൻ പാറ്റേൺ or the properties of diffraction pattern or interference pattern, we can measure the wavelength lambda of this electron, if electron is a wave. So what did Davison and Germer get in at last? Davison and Germer ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ എന്താണ് കിട്ടിയത്? They get the approximately same wavelength that de Broglie predicted. de Broglie matter waves എന്ന കൺസെപ്റ്റിലൂടെ പ്രഡിക്റ്റ് ചെയ്തത് ലൈറ്റ്, even comparing to light wave, de Broglie predicted a wavelength for corresponding electron. That means electron wavelength is given by h by mb. What Davison and Germer quantitatively using this interference pattern, they also get approximately same result or the same wavelength that de Broglie predicted. That means Davison and Germer quantitatively and qualitatively proved what? de Broglie's wave concept, or the every matter or the every particle
can behave like a wave. If light can behave like a if light wave can behave like a particle, every particle like electron, proton, anything we have seen in our real life can behave as a wave. അതാണ് ഡി ബ്രോഗ്ലി മാറ്റർ കൺസെപ്റ്റ് അല്ലെ വേവ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് യൂസിങ് ആൻ ഇലക്ട്രോൺ ഗൺ, നമ്മളിവിടെ ജസ്റ്റ് ഒരു ഇലക്ട്രോൺ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ലൈറ്റിനെ നമ്മൾ ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുന്നില്ല. വി ക്യാൻ യൂസ് ആൻ ഇലക്ട്രിക്കൽ ഫീൽഡ്, കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിക്കൽ ഫീൽഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യിക്കുന്നത് യൂസിങ് ആൻ ഇലക്ട്രിക്കൽ ഫീൽഡ് ഓർ സം anode and cathode. Specifically saying, using anode and cathode, we are accelerating this electron in Davison-Germer experiment. So assume that the potential difference between this anode and cathode is V. അതായത് ഈ ആനോഡിനെ കാഥോഡിന്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണെന്ന് കരുതുക. ദെൻ വാട്ട് ഈസ് ദ എനർജി ഇമ്പാർട്ടിംഗ് ഓൺ ഇലക്ട്രോൺ ബൈ ദിസ് ആനോഡ് ആൻഡ് കാഥോഡ്? അങ്ങനെയെങ്കിൽ ഈ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ദ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ this anode and cathode, what is the energy imparting to this electron? അതായത് ഈ ആനോഡിന്റെ കാഥോഡിന്റെ ഇടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രോൺ ഇമ്പാക്ട് ചെയ്യുന്ന എനർജി എന്തായിരിക്കും? സോ യു ഹാവ് സ്റ്റഡീഡ് ദ കൂളംസ് ലോ, സർട്ടൻ അബൌട്ട് പൊട്ടൻഷ്യൽ ഇലക്ട്രോൺസ് ഇൻ യുവർ +2 classes. So the energy imparted by this electric field in this traveling electron, this towards this slit, is given by EV. And consider that this electron acquired a velocity V. Electron ആ ഒരു ഫീൽഡിൽ കൂടി കടന്നുപോയ ശേഷം ഇലക്ട്രോണിന് V എന്ന വെലോസിറ്റി, സ്ലിറ്റിൽ ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് V ആണ് വെലോസിറ്റി എന്ന് വിചാരിക്കാം. ഓക്കെ, then what is the energy of the kinetic energy of electron is at this point? It is given by half mv square, where m is the mass of the electron. Okay, now then what is the velocity of electron? So we can compare. So according to energy conservation, the energy we get from this electric field, or the energy it get from the electric field between this anode and cathode, or due to this potential difference we created here, that due to this potential energy the velocity of electron increases, and at this point we can say EV is equal to half mv square. That means the velocity of electron is given by root of 2 EV by m. So equation just on rearrange ചെയ്താൽ മതി. ഈ 2 മുകളിലോട്ട് കൊണ്ടുവരാം. Just bring 2 to left hand side, this 2 EV by m, and take the root of v square, that is 2 EV by the velocity of electron is given by 2 v by mv. And what is the, according to de Broglie, what is the wavelength of this electron? ഡി ബ്രോഗ്ലിയുടെ കൺസെപ്റ്റ് പ്രകാരം എന്താണ് ഈ ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത്? നമ്മൾ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകുന്ന വേവ് ലെങ്ത് ആണല്ലോ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് this electron? It is given by lambda is equal to h by mv, or substitute the expression for velocity. So it is given by h by m into root 2 ev by m, that is given by h by root 2 m ev. So this is the predicted wavelength of electron by de Broglie. So exactly this lambda is equal to h by root 2 m ev is the predicted wavelength of de Broglie. De Broglie concept വെച്ചിട്ടാണ് ഈ വേവ് ലെങ്ത്തിന്റെ എക്സ്പ്രഷൻ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തത്. സോ de Broglie predict ചെയ്ത വേവ് ലെങ്ത് എന്ന് പറയുന്നത് h by root 2 m ev ആണ്. സോ ഈ ഡിഫ്രാക്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ ഇന്റർഫറൻസ്, യൂസിങ് ദിസ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഓർ ഇന്റർഫറൻസ് പാറ്റേൺ, ഇഫ് വി മെഷർ ദി വേവ് ലെങ്ത്, നമുക്കറിയാം ഇന്റർഫറൻസ് പാറ്റേൺ വെച്ചിട്ട് നമുക്ക് സോഴ്സിന്റെ വേവ് ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റും. സോ ഇഫ് ദാറ്റ് വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു ദിസ് വേവ് ലെങ്ത് h by root 2 m ev, that means de Broglie was correct. So in 1924, I think, sorry, 1928, I'm not sure about the year, but in that year, Davison and Germer conduct the experiment and quantitatively and qualitatively proved de Broglie was right, and at that year de Broglie won the Nobel Prize for this concept. Okay, so this is what we discussed about today. So okay, so first we discussed about the light. Okay, what is mean by quantum is exactly means quantum is individuality. So quantum is individuality. So everything is made up of small particles. Not everything can be divided into infinitely small. So everything is made up of small particle, or anything we see continuous is a multiple of some certain small building block.
it is similar. It is true for light also. ലൈറ്റിന്റെ കേസിലും അത് ശരിയാണ്. So you Max Planck and Albert Einstein and some other scientists show that using photoelectric effect, Compton effect, they show that light is a particle. But the experiments like diffraction, interference, certain other experiments show that light is a wave. So they decided that light has a dual particle. Based on the experiment we are conducting, light is both a wave and particle. So after that, so there is understanding about light. Light can be has both wave and particle, and that concept is called wave particle duality. So after that, de Broglie said that if light can act as wave and particle, then why don't electrons? Okay, so he said that electrons can also act as wave, and corresponding wavelength is given by lambda is equal to h by p or h by mv, and that concept or that argument is proved without doubt by Davison and Germer experiment. Okay. Okay. So ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ അറ്റൻഡൻസ് പറയാം. Two option. 3. 4 option. 5. Sir, 6. 4%. 2%. 8 മുതൽ പറഞ്ഞോ. 8. 9. 10. 12. 13. 14. 15. 16. 17 option. 18. 19. 21. 22. 23. 24. 25. 26. 28. 29. 30. 31. 32. 31. 33. 4. 35. 36. 37. 38. 39. 40. 41. 42. 43 option. 44. 45. 46. 47. 48. 49 option. 50. 51. 52. 53 option. 54. 55. 56. 57. 58. 59. 60. 61 up.
62 പറഞ്ഞോളൂ. 62. 63. ഓക്കെ, താങ്ക് യു. Sir. പറഞ്ഞോ. Hi, Gaurav. ഓക്കെ.